ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഇക്കായി ആണ് പഠിക്കാൻ പോകുന്നത്. ഈ യൂണിറ്റിൻ്റെ പ്രത്യേകത, ഈ യൂണിറ്റിൽ വെങ്കടേഷ് മാഡ്ഗുൽക്കറിൻ്റെ ഒരു ചെറുകഥ നംഗേ പയറും അതുപോലെ ശിവമംഗൾ സിംഗ് സുമൻ്റെ ഒരു കവിത തൂഫാൻ കി ഔർ ഗുമാദോ നാവിക എന്ന കവിതയുമാണ് ഉള്ളത്. പിന്നെ അധിക വായനക്കായിട്ട് അന്തർ കെ ഔർ ബാഹർ കെ എന്ന ഒരു വ്യംഗ്യലേഖനവും ഉണ്ട്. ഈ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മസ്ബൂരി എന്ന് എഴുതി ഏക് ദാവത്ത് മേം मुल्ला नसरुद्दीन दोनों हाथ से खाना खा रहा था. किसी ने टोका, मुल्ला ये क्या कर रहे हो? दोनों हाथ से खा रहे हो, तीसरा हाथ जो नहीं है. मुल्ला ने जवाब दिया. അതായത് ഒരു വിരുന്നിൽ മുല്ല നസറുദ്ദീൻ രണ്ട് കൈകൊണ്ട് ദോനാം ഹാത്ത് സെ ഗാർ രഹാദ, രണ്ട് കൈകൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുല്ല, അതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചു, മുല്ല യേ ക്യാ കർ രഹേ ഹോ? ദോനാം ഹാത്ത് സെ ഖാ രഹേ ഹോ? മുല്ല, എന്താ ഈ കാണിക്കുന്നത്? രണ്ട് കൈകൊണ്ടും ഭക്ഷണം കഴിക്കുകയാണോ? അതിൽ അയാൾ മറുപടി കൊടുത്തത് തീസറ ഹാത്ത് ജോ നെയ്യേ, മൂന്നാമതൊരു കൈ ഇല്ലല്ലോ, മറുപടി പറഞ്ഞു മുല്ല. ഇതാണ് യൂണിറ്റിൻ്റെ തുടക്കത്തിലുള്ളത്. ഇവിടെ രണ്ട് ചോദ്യമാണുള്ളത്. ജീനെ കേലിയ കിത്തനെ ഹാത്ത് കി ജറൂറത്ത്, ജീവിക്കാൻ വേണ്ടി എത്ര കൈ ആവശ്യമുണ്ട്? രണ്ടാമത്തെ ചോദ്യം, ക്യാ കബി സോച്ചാ ഹെ ജോ ബിനാ ഹാത്ത് ജീനെ കോ മജ്ബൂർ ഹെ, കൈകളില്ലാതെ ജീവിക്കാൻ നിർബന്ധിതരായവരെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് രണ്ട് കൈകളും രണ്ട് കാലുകളും അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾക്കൊന്നും ഒരു പ്രയാസമില്ല. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കൈകളില്ലാത്തവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വെങ്കടേഷ് മാഡ്ഗുൽക്കറാണ് ഈ കഹാനി എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പ്രമുഖ മറാഠി रचनाकार, देहाती जीवन के यथार्थपरक लेख के लिए विख्यात है. 8 उपन्यासों, 200 से अधिक कहानियाँ, 40 से ज़्यादा पटकथाओं, कुछ लोक नाट्यों तथा यात्रा विवरणों से संपन्न है. आपका रचना संसार प्रमुख രചനയും മാൻദേശി മാൻസെ ബാനഗർവാടി ആദി അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ആപ്കി പ്രമുഖ രചനാओं का अनुवाद अंग्रेजी, जर्मन तथा एकाधिक भारतीय भाषाओं में हुआ है. പ്രമുഖ മറാഠി ലേഖകനാണ് അദ്ദേഹം. ഗ്രാമീണ ജീവിതത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരത്തിൽ പ്രശസ്തൻ ആണ് അദ്ദേഹം. 8 നോവലുകൾ, 8 ഉപന്യാസവും, 200 से अधिक കഹാനിയും, 200-ലധികം ചെറുകഥകളും, 40 से ज़्यादा 40-ലധികം പട്കഥാവും, തിരക്കഥകളും അതുപോലെ യാത്രാ വിവരണങ്ങളും കൊണ്ട് അദ്ദേഹം സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ രചനാലോകം ഗണദേശി മാൻസെ, ബാനഗർവാടി എന്നിവയാണ് പ്രധാന രചനകൾ. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ ഇംഗ്ലീഷും ജർമ്മനി മുതലായ ഭാഷകളിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അനവധി ഭാരതീയ ഭാഷകളിലും
വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മൃത്യുവും കൊടുത്തിട്ടുണ്ട്. ഇനി പാഠഭാഗത്തിലേക്ക് പോകാം. दोपहर का समय था। बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी। बीच हॉल में रखे रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे। शांत माहौल में गीतों के सुर गूंज रहे थे। सामने का बंद फाटक खोलकर पोस्टमैन भीतर आया। आहते की बाजरी पर उसकी आहट सुनाई दी। पोस्टमैन की आवाज़ उसके कानों में आई, पर फर्श पर टाक के गिरने की आवाज़ सुना ही नहीं दी। बेबी पीछे मुड़ी, संभाल कर पलंग से उतरी। फिर बैसाखियों से सहारे एक एक कदम चलकर दरवाजे तक आई। बंद दरवाज़ा खोलने में उसे थोड़ा समय लगा। दरवाजे से बाहर और हॉल को पार कर आगे आने में देर लगी। वह दरवाजे पर पहुंची। वहाँ हाथ में टाक लिए पोस्टमैन खड़ा था। फर्श पर टाक फेंकने अभी गया नहीं था. दोपहर का समय. दोपहर എന്ന് പറഞ്ഞാൽ ഉച്ച സമയമായിരുന്നു. ബേബി അപ്പിനെ പളങ്ക് പർ ബൈठी खिड़की से बाहर देख रही थी. ബേബി തൻ്റെ ചാർപ്പായി, പളങ്ക് എന്ന് പറഞ്ഞാൽ ചാർപ്പായി എന്നാണ്, കട്ടിലിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണേ, ഖിഡ്ക്കി എന്ന് പറഞ്ഞാൽ വിൻഡോ, ജനവാതിലൂടെ ബാഹർ ദേഖ് രഹി ഥി, പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. बीच हॉल में रखे रेडियो से 12:30 बजे के റിക്കോർഡ് ബജ് രഹീത്. ഹാളിൻ്റെ ഇടയിൽ വെച്ച റേഡിയോയിൽ നിന്ന് 12:30 മണിയുടെ ബജെ എന്ന് പറഞ്ഞ സമയം, റിക്കോർഡ് ബജ് രഹീത്, റേഡിയോയിൽ നിന്ന് ഇങ്ങനെ അതിൽ റെക്കോർഡ് കേൾക്കാമായിരുന്നു. ശാന്ത് മാഹോൾ മേ ഗീതോം സെ സുർ ഗൂഞ്ച് രഹേ. ആ മാഹോൾ എന്ന് പറഞ്ഞാൽ ആ അന്തരീക്ഷം, ആ വാതാവരണം ശാന്തമായിരുന്നു. അതുകൊണ്ട് അവിടെ പാട്ടിൻ്റെ ആ സുർ എന്ന് പറഞ്ഞാൽ ആ താളം അല്ലെങ്കിൽ ആ ഈണം എന്തുണ്ടായിരുന്നു, മുഴങ്ങിക്കേട്ടിരുന്നു. ഗൂഞ്ചന എന്ന് പറഞ്ഞാൽ മുഴങ്ങുക എന്നാണ്. സാമനേക്ക് ബന്ദ് ഫാട്ടക് ഗോൽക്കർ പോസ്റ്റ്മാൻ ഭീത്തറായ, മുന്നിലുള്ള അടഞ്ഞ് കിടന്നിരുന്ന ഫാട്ടക് എന്ന് പറഞ്ഞ ഗേറ്റാണ്. ആ ഗേറ്റ് എന്ത് ചെയ്തു, തുറന്നിട്ട് ഗോൽക്കർ തുറന്നിട്ട് പോസ്റ്റ്മാൻ ഭീത്തറായ, പോസ്റ്റ്മാന് അകത്ത് വന്നു. പോസ്റ്റ്മാൻ കി ആവാസ് ഉസ്കെ കാനോമേ ആയി. പോസ്റ്റ്മാൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ കേട്ടു. പക്ഷേ ഫർഷ് പർ ടാക്ക് കെ ഗിർനെ കി ആവാസ് സുനായി ഹി നഹീ ദി. കാർബറ്റിൽ കത്ത് വീഴുന്ന ശബ്ദം കേട്ടതുമില്ല. സാധാരണ പോസ്റ്റ്മാൻ ഗേറ്റ് തുറക്കുന്ന സൗണ്ടും കേൾക്കാം, പിന്നെ കത്ത് ആ കാർബറ്റിൽ വീഴുന്ന സൗണ്ടും കേൾക്കാം. പക്ഷേ ഇപ്രാവശ്യം പോസ്റ്റ്മാൻ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടു, പക്ഷേ എന്ത് കേട്ടില്ല, കത്ത് ഫർഷിൽ വീണ സൗണ്ട് കേട്ടില്ല. ബേബി പീച്ചെ മുടി. ബേബി പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു. സമ്പൽക്കർ പളങ്ക് സെ ഉത്തരി. എന്നിട്ട് എന്ത് ചെയ്തു, സമ്പൽന പറഞ്ഞാൽ കരുതലോടെ ഇരിക്കുക എന്നാണ്. അവളിങ്ങനെ ആ കരുതലോടെ എന്ത് ചെയ്തു, ആ കട്ടിലിൽ നിന്ന് ഇറങ്ങി, വളരെ സൂക്ഷിച്ച്. നമ്മൾ സാധാരണ ആളുകൾ ഇറങ്ങുമ്പോൾ അതുപോലെയല്ല, അവൾക്ക് ഒരു കാലില്ല. ഫിർ ബൈസാഖിയോം സെ കെ സഹാരെ ഏക് കദം ചൽക്കർ ദർവാസെ തക്ക് ആയി. പിന്നീട് ഊന്നുവടിയുടെ സഹായം കൊണ്ട് ഓരോരോ സ്റ്റെപ്പ് വെച്ച് അവർ എന്ത് ചെയ്തു, വാതിലിൻ്റെ അടുത്ത് വന്നു. ബന്ദ് ദർവാസ ഗോൽനേമേ ഉസേ തോടെ സമയലകാം. അടച്ചിട്ട വാതിൽ തുറക്കാനൊക്കെ അവൾക്ക് എന്ത് ചെയ്തു, കുറച്ച് സമയമെടുക്കും. കാരണം നമ്മൾ സാധാരണക്കാരെ
പോലല്ലല്ലോ. ദർവാസെ സെ ബാഹർ और ഹാൾ കോ പാർ കർ, വാതിലൂടെ പുറത്തേക്കും ഹാള് മുറിച്ച് കടന്നിട്ടും, ഹാൾ പാർനാർന്ന മുറിച്ച് കിടക്കുക. ആകെ ആനേമിൻ ദേർ ലഗി, മുന്നോട്ട് വരാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. വഹ് ദർവാസെ പർ പഹുഞ്ചി, അങ്ങനെ അവൾ എന്ത് ചെയ്തു, വാതിലിൻ്റെ അടുത്തെത്തി. വഹാ മാത്തുമേൻ ടാക്കിലിയെ പോസ്റ്റ്മാൻ ഗഡാദ, അവിടെ കയ്യിൽ കത്തുമായി പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഫർഷ് പർ ടാക്ക് ഫെങ്ക് കർ അഭി ഗയാ നഹീന്ത, കാർബറ്റിൽ കത്ത് എറിഞ്ഞ് പോയിട്ടില്ലായിരുന്നു. സാധാരണഗതിയിൽ പോസ്റ്റ്മാൻ വരും, ഞാൻ നേരത്തെ പറഞ്ഞു, ഗേറ്റ് തുറക്കുന്ന സൗണ്ടും കേൾക്കാം, കത്ത് വീഴുന്ന സൗണ്ടും കേൾക്കാം. പക്ഷേ ഇന്ന് വന്ന പോസ്റ്റ്മാൻ കത്ത് ഫർഷിൽ എറിഞ്ഞിട്ട് പോയിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ബന്ദ് ദർവാസ ഗോൽനേമേ ഉസെ തോടി സമയം ലഗാഹെ, അടഞ്ഞു കിടന്ന വാതിൽ തുറക്കാൻ അവൾക്ക് അല്പം സമയം വേണ്ടി വന്നു. ദർവാസെ സെ ബാഹർ और ഹാൾ കോ പാർ കർ ആകെ ആനേമേൻ ദേർ ലഗി, വാതിലിന് പുറത്തും ഹാളും കടന്ന് ചെല്ലാൻ സമയമെടുത്തു. ദേർ ലഗ്നേക ക്യാ കാരൺ ഹെ, എന്താണ് താമസം ഉണ്ടാകാനുള്ള കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിന് കാരണം? ബേബിക്കോ ഏക്ക് പയർ നഹീന്ത, ബേബിക്ക് രണ്ട് കാലില്ല, രണ്ട് കാലിൽ ഒരു കാലില്ല. വഹ് ബൈസാക്കിയോം കെ സഹാരെ ചൽത്തി ഹെ, അവൾ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഇസിലിയെ ദേർ ലഗി, അതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ കുട്ടികൾ എഴുതുക. ഇനി അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കാം. सीटीएम के ऊपर होकर उसे हाथ बढ़ाया, ആ സ്റ്റെപ്പിൻ്റെ മേലെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ മേലെ നിന്നുകൊണ്ട് അവൾ എന്ത് ചെയ്തു, കൈ നീട്ടി. ഉസേ ധ്യാൻ ദിയ കി ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹെ, അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. എന്ത്, ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹെ, ഇന്ന് പോസ്റ്റ്മാൻ വേറെയാണ്, പുതിയ പോസ്റ്റ്മാനാണ്. സദാക്ക വ ദാഡിവാല പോസ്റ്റ്മാൻ നെയ്യ, എന്നത്തെയും പോലെ ആ താടിയൊക്കെയുള്ള, ആ താടി മീശയുള്ള പോസ്റ്റ്മാനല്ല, പുതിയ പോസ്റ്റ്മാനാണ്. ബച്ചോं के से ചെഹരെ വാല നയ പോസ്റ്റ്മാൻ, കുട്ടികളുടെ മുഖം പോലെയുള്ള പുതിയ പോസ്റ്റ്മാനാണ് എന്ന് ആർക്ക് മനസ്സിലായി? ബേബിക്ക് മനസ്സിലായി. ഉസ്നെ ഏക് നസർ ബേബി കെ പൈറോं की और देखा उसे शायद धक्का सा लग गया, അങ്ങനെ എന്തായി, അദ്ദേഹത്തിൻ്റെ നോട്ടം, നസർ എന്ന് പറഞ്ഞാൽ നോട്ടം, ബേബി കെ പൈറോം കി ഓർ ദേക്ക, ബേബിയുടെ കാലിൻ്റെ അവിടേക്ക് നോക്കി. ഷായത് ഒരു പക്ഷേ അദ്ദേഹം എന്തായിട്ടുണ്ടാവും, ധക്കാസ ലഗയ. ധക്കാസ ലഗ് ജാന എന്ന് പറഞ്ഞാൽ എന്താ, ആശ്ചര്യപ്പെടുക, അത്ഭുതപ്പെടുക. ആ കാലില്ലാത്ത കുട്ടിയുടെ പെട്ടെന്ന് കണ്ടപ്പോഴേ അവർക്ക് എന്തുണ്ട്, ഒരു ആഘാതം, ഷോക്ക് ഉണ്ടായി. ഉസേ ടാക്ക് ബേബിക്ക് ഹാത്തുമേം ദേദി, അയാൾ കത്ത് വേഗം ബേബിയുടെ കയ്യിൽ നൽകി. ബൂഢേ പോസ്റ്റ്മാൻ കി തരഹ് ഇസ് പോസ്റ്റ്മാനെ ഉസേ കോയി ബാത്ത് നക്കി, ആ വയസ്സായ പോസ്റ്റ്മാനെ പോലെ ഈ പോസ്റ്റ്മാനും അവളോട് ഒന്നും സംസാരിച്ചില്ല. ബാത്തിന പറഞ്ഞാൽ സംസാരിക്കുക, ബാത്തിന കീർണ സംസാരിച്ചില്ല. മാക്കെ ഹാത്ത് ടാക്ക് ദേക്കർ ബേബി कोई बात न की, माँ के हाथ में टाक देकर बेबी पीछे की और मुड़ी, അമ്മയുടെ കയ്യിൽ കത്ത് നൽകിക്കൊണ്ട് ബേബി പുറകോട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു, ബഡി കുർസി പർ ബൈഠി, വലിയ കസേരയിൽ ബൈഠ്കർ ബോലി, ഇരുന്നിട്ട് പറഞ്ഞു, മാ ആജ് കാ പോസ്റ്റ്മാൻ നയാ ഹെ, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയ ആളാണ് എന്ന് പറഞ്ഞു. തോ ഇസ്മേം ആശ്ചര്യക്ക് കോൺസി ബാത്ത്, അതിനിപ്പോൾ എന്താ അത്ര അത്ഭുതപ്പെടേണ്ട കാര്യം? ബദൽ ഗയാ ഹോക, പോസ്റ്റ്മാൻ മാറിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ഇത്രയും ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. ഇത്രയും ഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോട്ടുകൾ എഴുതി വെക്കുക. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം.